ദൈവത്തിൻ്റെ അതിവിശുദ്ധിയ നാമം വാഴ്ത്തുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളതാണ്. ഈ ദിവസത്തിലെ നിങ്ങളോട് പകരേൽക്കുന്ന വചനഭാഗം എബ്രായർ 7-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സാധ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാക്കുന്നു. ഈ വചനഭാഗം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക്, കർത്താവായ യേശു ക്രിസ്തുവെ സ്വീകരിക്കുന്നവർക്ക് എന്ന ഒരു നന്മ കിട്ടും. ആ വചനം പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കലെ നോക്കി പോകുന്നവർക്ക്. കാരണം കർത്താവായ യേശു ക്രിസ്തു സദാകാലവും ജീവിക്കുന്ന ദൈവമാകയാൽ അവരെ ഉപേക്ഷിക്കാതെ കൈവിടാതെ അവർക്ക് വേണ്ടി പിതാവിനോട് സംസാരിച്ച് നമുക്ക് വേണ്ടി രാവും പകലും ഏത് സമയവും നമുക്ക് വേണ്ടി സ്വർഗത്തിലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അതേ ഈ വചനം ഉണർത്തുന്ന ഒരു വിഷയം, നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു ശക്തിയുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്, വേറെ ദൈവങ്ങളല്ല. നാം ഈ ലോകത്തിൽ നോക്കുന്ന ദൈവങ്ങളെല്ലാം ചുമ്മാ. യേശു ക്രിസ്തു മാത്രമേ ശക്തിയുള്ള മെയ്யான ദൈവമായിട്ടിരിക്കുന്നു. അതേ ഒരുത്തരെയും ഉപേക്ഷിക്കാതെ കൈവിടാതെ ആ ദൈവം എന്നെ ചെയ്യാം. യേശു ക്രിസ്തുവെ നാം നമ്മുടെ ജീവിതത്തിലെ സ്വീകരിച്ചു കൊള്ളുമ്പോൾ യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ പ്രവേശിച്ചു നമ്മളെ പുതിയ സൃഷ്ടിയായിട്ട് മാറ്റി നമ്മുടെ എല്ലാ പാപത്തിൻ്റെ സ്വഭാവങ്ങളെയും നീക്കിക്കളഞ്ഞ് നമ്മളെ അവരുടെ പുത്രൻ പുത്രിയായിട്ട് മാറ്റി പിറகு നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്ന ശക്തിയെ ആ പ്രവൃത്തിയെ ചെയ്യാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്നെ പ്രവൃത്തി ചെയ്യാം. നാം പാപത്തിലെ വീഴാതെ നിത്യ നരകത്തിലേക്ക് പോകാതെ നിത്യനാശത്തിലേക്ക് അഴിയാതെ വണ്ണം നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിച്ചു നമ്മളെ നിലനിർത്തുന്ന ശക്തി യാർക്കുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവിക്ക് മാത്രമേ. ആ വലിയ ദൈവത്തിനാണ് ശക്തിയുള്ള ദൈവത്തിക്ക് മാത്രമേ ആ ശക്തി ഉണ്ട്, വേറെ ദൈവത്തിക്ക് ആ ശക്തി അല്ല. ഇതേ ഞാൻ യൂദാവിൻ്റെ പുസ്തകം, വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ മുൻപേ വരുന്ന ഒരു പുസ്തകം നമ്മുടെ ബൈബിളിലെ ഉണ്ട്. യൂദാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 24-25 നമുക്ക് പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു വാക്യം, വിഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തൻ്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ മുഖാന്തരം നമ്മുടെ രക്ഷതാവായ ഏക ദൈവവും തൻ്റെ സർവകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്ന് ഈ വചനം അവസാനിക്കുന്നത്. ഈ വിഷയത്തെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ വിഴാതെ വണ്ണം, നാം പാപത്തിലെ വിഴുന്നു പോകാതെ വണ്ണം നമ്മളെ രക്ഷണപ്പെടുത്തുന്ന ഒരു കരം നമ്മുടെ കൂടെ ഉണ്ട്. ആ കരം നമ്മളെ മഹിമ സന്നിധിയിൽ സ്വർഗത്തിലെ പോയി നിർത്തുന്ന വരയിലും ആ കരം നമ്മളെ ഉപേക്ഷിക്കാതെ വഴി നടത്തുന്ന ഒരു കരമായിട്ട് ഇരിക്കുന്നത്. അത് മാത്രമല്ല, കളങ്കമില്ലാത്തവരായി ന്യായവിധിയിൽ നിൽക്കുന്ന സമയത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം എന്നെ പറയുമെന്നുള്ള ഒരു ഭയവും കലക്കവും ഇല്ലാതെ നമ്മളെ കളങ്കമില്ലാത്തവരായി പിതാവിൻ്റെ സന്നിധിയിലെ നിർത്തുന്ന ശക്തിയുള്ള ദൈവം യേശു ക്രിസ്തു. ആനന്ദത്തോടെ സന്തോഷത്തോടെ പിതാവിൻ്റെ സന്നിധിയിലെ ആ സ്വർഗരാജ്യത്തിലെ ന്യായവിധി നടക്കുന്ന ആ സമയത്തിൽ നമ്മളെ ധൈര്യമായിട്ട് നിലനിർത്തുന്ന ശക്തിയുള്ള ദൈവം യേശു ക്രിസ്തു. ഒരു തീരുമാനമെടുക്കുക. ഈ ദിവസത്തിലെ ഒരു തീരുമാനമെടുത്ത് എനിക്ക് യേശു ക്രിസ്തു ദൈവമായിട്ട് ഞാൻ സ്വീകരിച്ച് കൊള്ളുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ ദൈവത്തോട് അടുക്കൽ നോക്കി ചെല്ലുക. തീർച്ചയായിട്ട് ഉപേക്ഷിക്കാതെ കൈവിടാതെ അവസാന ഭാഗം വരയിലും മരണത്തോളം വരയിലും
ഈ ദൈവം യേശു ക്രിസ്തു നമ്മളെ വഴി നടത്താം. നമ്മളെ പിതാവിൻ്റെ സന്നിധിയിലെ ധൈര്യമായിട്ട് സന്തോഷത്തോടെ നിർത്തുന്ന ശക്തിയുള്ള ദൈവമായിട്ടിരിക്കുന്നു. ഈ തിരുവചന ഭാഗം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.